എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. 2016 മുതൽ 2022 വരെയുള്ള സെറ്റ് സുവോളജി ചോദ്യപേപ്പറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ടോസ് അക്കാഡമിക്ക് ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിൾ ആണ്. എക്സാം വരെയുള്ള ദിവസങ്ങളിൽ ഡെയിലി ടെലിഗ്രാം ക്യൂസസ് നടത്തപ്പെടുന്നതാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എല്ലാവരും അതിലൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോബയോളജിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following is a gram positive bacterium? gram positive ബാക്ടീരിയത്തിന് എക്സാമ്പിൾ ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: സാക്രോമൈസസ്, ഇ കോളൈ, ലാക്ടോബാസിലസ്, ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. ഇവിടെ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയത്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ലാക്ടോബാസിലസ് ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ ബാൾട്ടിമോർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് റിലേറ്റഡ് ടു. ഓപ്ഷൻസ്: വൈറസ്, ഫംഗൈ, പ്രോട്ടോസോവ, ബാക്ടീരിയ. സോ ബാൾട്ടിമോർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് റിലേറ്റഡ് ടു. ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വൈറസ്. ഈ ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. 2 തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ബാൾട്ടിമോർ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് റിലേറ്റഡ് ടു വൈറസ്. അടുത്ത ചോദ്യം, the peptidoglycan structure of both gram-positive and gram-negative bacteria comprises repeating disaccharide backbones of N-acetylglucosamine and. ഇവിടെ 4 ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ N-acetylmuramic acid ആണ്. പക്ഷെ അവിടെ ലിങ്കേജിന് മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബീറ്റ 1 to 4, ആൽഫ 1 to 6, ആൽഫ 1 to 4, ബീറ്റ 1 to 6. ഇവിടെ കറക്റ്റ് ലിങ്കേജ് ആയിട്ട് വരുന്നത് ബീറ്റ 1 to 4 ആണ്. So here the right answer is option A, beta 1 to 4, N-acetylmuramic acid. The next question, microorganisms surviving in high osmotic pressure. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. ഓപ്ഷൻസ് വന്നിരിക്കുന്ന ഹാലോഫൈൽ, ഓസ്മോഫൈൽ, ഓസ്മിക് ഓർഗാനിസം, അസിഡോഫൈൽ. Here the right answer is option B, osmophile is the right answer. Next questions developmental ബയോളജിയിൽ നിന്നാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. The first question, in mammals the embryonic mesoderm gives rise to. Options: liver, pancreas and urinary bladder, trachea, lungs and the thyroid, brain, spinal cord and notochord, dermis, bone and connective tissue. Here the right answer is option B, dermis, bone and connective tissue. So embryonic mesoderm il ninnu form cheyyunnathu dermis, then bone and connective tissue is the right answer. സോ ഇത് ഫേറ്റ് മാപ്പിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ മീസോഡോം മാത്രമല്ല, എക്ടോഡോം അതേപോലെ എൻഡോഡോം, ഇതിൽ നിന്നെല്ലാം എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത് എന്ന് പഠിക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെവലപ്മെന്റ് ഓഫ് ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഇൻ ഫ്രൂട്ട് ഫ്ലൈസ് ഇസ് കൺട്രോൾഡ് ബൈ. ഓപ്ഷൻസ്: ഹോമിയോട്ടിക് ജീൻസ്, മെറ്റേണൽ എഫക്ട് ജീൻസ്, സെഗ്മെന്റേഷൻ ജീൻസ്, ഓൾ ഓഫ് ദീസ്. ഡോർസോഫിലയുടെ ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഏത് ജീൻസ് ആണ്? ദ റൈറ്റ് ആൻസർ ഓപ്ഷൻ എ, ഹോമിയോട്ടിക് ജീൻസ് ഇസ് ദ റൈറ്റ് ആൻസർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത്, ടൈപ്പ് ഓഫ് പ്ലാസെന്റ, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. കോട്ടിലിഡനറി പ്ലാസെന്റ ഇസ് സീൻ ഇൻ. ഓപ്ഷൻസ്: പിഗ്, ഷീപ്പ്, ബിയർ, റോഡൻസ്. The right answer option B, sheep is the right answer. കോട്ടിലിഡനറി പ്ലാസെന്റ കാണുന്നത് ഷീപ്പിലാണ്. നെക്സ്റ്റ് ചോദ്യങ്ങള് ടാക്സോണമി പോർഷനിൽ നിന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആദ്യ ചോദ്യം, 5 kingdom classification and 3 domain system were proposed by dash and dash respectively. സോ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ്. 5 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് ആരാണ്? അല്ലെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ വളരെ ഈസിയുമാണ്. പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 5 kingdom ക്ലാസിഫിക്കേഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ റോബർട്ട് വിറ്റാക്കർ. അതേപോലെ 3 ഡൊമൈൻ സിസ്റ്റം പ്രപ്പോസ് ചെയ്തത് കാൾ വോയ്സ് ആണ്. സോ ഇവിടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ, ഹ്യൂഗോ ഡിവറീസ് ആൻഡ് കാൾ വോയ്സ്. ഓപ്ഷൻ ബി, റോബർട്ട് വിറ്റാക്കർ ആൻഡ് കാൾ വോയ്സ്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്, റോബർട്ട് വിറ്റാക്കർ ആൻഡ് കാൾ വോയ്സ്. കാരണം ഇവിടെ വേറെ ഓപ്ഷനിലൊന്നും തന്നെ റോബർട്ട് വിറ്റാക്കർ വരുന്നില്ല. 5 kingdom ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത് റോബർട്ട് വിറ്റാക്കർ. അതേപോലെ 3 ഡൊമൈൻ സിസ്റ്റം പ്രപ്പോസ് ചെയ്തത് കാൾ വോയ്സ്. 3 domain system എന്താണ്? 3 domains ഏതൊക്കെയാണ്? It is bacteria,
ആർക്കെ, അതേപോലെ യുക്കാരിയ. ഇത് മൂന്നുമാണ് 3 ഡൊമൈൻ എന്ന് പറയുന്നത്. 3 ഡൊമൈൻ സിസ്റ്റം പ്രപ്പോസ് ചെയ്തത് കാൾ വോയ്സ്. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരവായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ടാക്സോണമിക് ക്ലെയ്ഡ് കൺസിഡേഴ്സ് ഓപ്ഷൻസ് മോണോഫൈലറ്റിക് ഗ്രൂപ്പ് അലോൺ, paraphyletic group alone, polyphyletic group alone, and finally monophyletic, paraphyletic, and polyphyletic group. So here the right answer is option A. Option A, monophyletic group alone is the right answer. Adutha chodyam, under the current system of classification hierarchy of 7 basic categories used, choose the correct sequence of hierarchy. സോ ഹൈറാർക്കിയുടെ കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഈസി ചോദ്യമാണ്, പക്ഷെ പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 7 ഹൈറാർക്കീസ് ഏതൊക്കെയാണ്? സ്റ്റാർട്ടിങ് ഫ്രം കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജനസ്, സ്പീഷ്യസ്. ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഓപ്ഷൻ എയില് ജനസ്, സ്പീഷ്യസ് ആൻഡ് ഫൈനലി ഫാമിലി ആണ് വരുന്നത്. അപ്പൊ അതൊരു തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ഓപ്ഷൻ സി നോക്കുക, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജനസ്, സ്പീഷ്യസ്. സോ ഈ ഒരു ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം ഇമ്മ്യൂണോളജിയിൽ നിന്നാണ്. And the question is, the class of antibody that is implicated in hypersensitive immune responses is. ഹൈപ്പർസെൻസിറ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അലർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലാസ് ഓഫ് ആന്റിബോഡി ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് IgG, IgM, IgD, IgE. Here the right answer is option D, IgE. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം, filling the blank with appropriate words. Innate immunity is called dash immunity and acquired immunity is called dash immunity. Options വന്നിരിക്കുന്നത് നോൺ സ്പെസിഫിക് ആൻഡ് അഡാപ്റ്റീവ്, സ്പെസിഫിക് ആൻഡ് അഡാപ്റ്റീവ്, സ്പെസിഫിക് ആൻഡ് നോൺ സ്പെസിഫിക്, നോൺ സ്പെസിഫിക് ആൻഡ് നാച്ചുറൽ. സോ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബൈ ബർത്ത് വഴി നമുക്ക് ലഭിക്കുന്ന ഇമ്മ്യൂണിറ്റി ആണ്. സോ അങ്ങനെയുള്ള ഇമ്മ്യൂണിറ്റി എപ്പോഴും നോൺ സ്പെസിഫിക് ആയിരിക്കും. സോ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നോൺ സ്പെസിഫിക് ആണ്. ആൻഡ് ഓൾസോ അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡാപ്റ്റീവ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, നോൺ സ്പെസിഫിക് ആൻഡ് അഡാപ്റ്റീവ്. The next question is from evolution. Find a combination which is not favorable to Hardy-Weinberg equilibrium. Conditions തന്നിരിക്കുന്നത് സ്മോൾ പോപ്പുലേഷൻ, ക്ലോസ്ഡ് പോപ്പുലേഷൻ, റാൻഡം മീറ്റിംഗ് ആൻഡ് സെലക്ഷൻ, പ്രഷർ. ഇവിടെ ഏത് കോമ്പിനേഷൻ ആണ് ഹാർഡി-വെയിൻബർഗ് ഇക്വിലിബ്രിയത്തിന് ഫേവറബിൾ അല്ലാത്തത് എന്നാണ് ചോദ്യം. ഹിയർ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, 1 and 4 only is the right answer. അതായത് സ്മോൾ പോപ്പുലേഷൻ ആൻഡ് സെലക്ഷൻ, പ്രഷർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈക്രോ എവല്യൂഷൻ റെഫേഴ്സ് ടു. ഓപ്ഷൻ എ, എവല്യൂഷണറി ചേഞ്ച് ബിലോ ദ ലെവൽ ഓഫ് സ്പീഷ്യസ്. ഓപ്ഷൻ ബി, എവല്യൂഷണറി ചേഞ്ച് അറ്റ് ദ ലെവൽ ഓഫ് സ്പീഷ്യസ്. Option C, evolutionary change above the level of species, and option D, change of a species into another over time. So microevolution എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the evolutionary change below the level of species ആണ്. So option A ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഡൈനോസേഴ്സ് become completely extinct in. ഏത് എപ്പോക്കിലാണ് ഡൈനോസേഴ്സ് കംപ്ലീറ്റ്ലി എക്സ്റ്റിന്റ് ആയിരിക്കുന്നത്? ഓപ്ഷൻസ് ഒലിഗോസീൻ, ഇയോസീൻ, Paleocene, Miocene. The right answer is option C. Paleocene epoch is the right answer. Next question is from genetics. Trisomy of chromosome 21 in human causes. Options Patau syndrome, Down syndrome, Jacobson syndrome, Edwards syndrome. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. So 21st chromosome trisomy condition വന്നിട്ടുണ്ടെങ്കിൽ the right answer is option B, Down syndrome. Next question, the genetic disease caused by insufficiency of the enzyme hexaminidase is. Option Cruduchat syndrome, Tay-Sachs disease, severe combined immunodeficiency syndrome, and last option Xeroderma pigmentosum. So enzyme ഇവിടെ തന്നിരിക്കുന്നത് ഹെക്സാമിനിഡേസ് ആണ്. അപ്പൊ അത് ഇൻസഫിഷ്യന്റ് ആണെങ്കിൽ അവിടെ കോസ് ചെയ്യുന്ന ജനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, Tay-Sachs disease is the right answer. അടുത്ത ചോദ്യം,
The genetic disorder sickle cell anemia is an example of options pleiotropy, heterozygous dominance, epistasis, homozygous dominance. So sickle cell anemia എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is an example of the right answer. Option A ആണ്. Pleiotropy is the right answer. Next question ecologyയിൽ നിന്നാണ്. Question, identify the correct objective of Kyoto Protocol. So Kyoto Protocol എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ആണ്. ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സോ ഇതിൽ ഏതാണ് കറക്റ്റ് കോമ്പിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് കോമ്പിനേഷൻ സ്റ്റേറ്റ്മെന്റ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഫൈറ്റ് ഗ്ലോബൽ വാർമിംഗ് ബൈ റെഡ്യൂസിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ് കോൺസെൻട്രേഷൻ. അത് ശരി ഉത്തരവാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഇറ്റ് പുട്സ് ദി ഒബ്ലിഗേഷൻ ടു റെഡ്യൂസ് കറന്റ് എമിഷൻസ് ഓൺ ഡെവലപ്ഡ് കൺട്രീസ് ഓൺ ദ ബേസിസ് ദാറ്റ് ദേ ആർ ഹിസ്റ്റോറിക്കലി റെസ്പോൺസിബിൾ ഫോർ ദി കറന്റ് ലെവൽ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പൊ അതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് റെഗുലേറ്റ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ എൻഡേഞ്ചർഡ് സ്പീഷീസ് ഓഫ് വൈൽഡ് ലൈഫ്. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് അസൈൻമെന്റ് ഓഫ് ലയബിലിറ്റീസ് ഫോർ ഡാമേജസ് കോസ്ഡ് ഇൻ കേസ് ഓഫ് ന്യൂക്ലിയർ ആക്സിഡന്റ്സ്. അപ്പൊ അതും ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ ഒരു ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. 1 and 2 only is the right answer. Next question, the identical bold coloration patterns exhibited by members of poisonous helicoine butterfly is an example of options Mullerian mimicry, Batesian mimicry, automimicry, camouflaging. Here the right answer is option A. Mullerian mimicry is the right answer. Option A is the right answer. The next question is from physiology. The normal rate of glomerular filtration in human. Options 125 milliliter per minute, 100 milliliter per minute, 150 milliliter per minute, 110 milliliter per minute. ഇവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 125 milliliter per minute. പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. The next question, which one of the following interaction plays a major role in stabilizing BDNA? Options hydrogen bond, hydrophobic interaction, van der Waals interaction, ionic interaction. So BDNA സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഹൈഡ്രോഫോബിക് ഇന്ററാക്ഷൻ ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത്, ഇൻ നെർവ് സെൽസ് the level of sodium ion is lower outside than inside. The level of potassium ion is higher outside than inside. The level of potassium ion is higher inside than outside. The level of potassium ions inside and that of sodium ions outside are equal. Here the right answer is option C. The level of potassium ions are higher inside than outside. Option C is the right answer. അടുത്ത ചോദ്യം ബയോഫിസിക്സിൽ നിന്നാണ്. മൈക്രോസ്കോപ്പി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. The movement of a single cell was required to be continually monitored during development. This cell was marked with a reporter gene. To visualize this movement, one would use. സോ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ സെല്ലിന്റെയൊക്കെ മൂവ്മെന്റ് വിഷ്വലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മൈക്രോസ്കോപ്പിയാണ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഓപ്ഷൻസ് ഫേസ് കോൺട്രാക്ട് microscopy, bright field microscopy, fluorescence microscopy, and finally atomic force microscopy. Here the right answer is option C. Fluorescent microscopy ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. The next question, out of the following statement with respect to ionizing radiation, which is false? Options, very high energy radiation able to remove electrons from atom is believed to be one of the chief causes of injury to protoplasm. UV light is an example. ഇവിടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അയനൈസിംഗ് റേഡിയേഷനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ഫോൾസ്, അതാണ് ചോദ്യം. ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നത് അതിന്റെ എക്സാമ്പിൾ തന്നിരിക്കുന്നതാണ്. UV ലൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം അയനൈസിംഗ് റേഡിയേഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ആൽഫ പാർട്ടിക്കൽ, ബീറ്റ പാർട്ടിക്കൽ, ഗാമ റേസ്, എക്സ് റേസ് അതെല്ലാമാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ഡി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ നിന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, retrogressive metamorphosis is seen in options cephalochordates, rotifer, urochordate, cnidarians. Here the right answer is option C. Urochordate ആണ് ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത്. പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്.
Match the type of protozoan given in column 1 with their example given in column 2. കോളം 1 വന്നിരിക്കുന്ന ടൈപ്പ് ഓഫ് പ്രോട്ടോസോവൻസ് ആണ്. കോളം 2 അതിന്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ ആദ്യത്തെ നോക്കുക, അമീബോയിഡ് പ്രോട്ടോസോവൻസ് ആണ് തന്നിരിക്കുന്നത്. സോ അതിന്റെ എക്സാമ്പിൾ ഏതാണ്? അമീബോയിഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇവിടെ ലഭിക്കും. 3 ആണ്, അമീബയാണ് അതിന്റെ ശരി ഉത്തരമായിട്ട് വന്നത്, അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വന്നത്. അടുത്ത സീലിയേറ്റഡ് പ്രോട്ടോസോവൻ ആണ്. സീലിയേറ്റഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ ഏതാണ്? റൈറ്റ് ആൻസർ ഇസ് പാരമീഷ്യം. പാരമീഷ്യം ആണ് കറക്റ്റ് എക്സാമ്പിൾ. അടുത്തത് ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസ് ആണ്. ഫ്ലജെല്ലേറ്റഡ് പ്രോട്ടോസോവൻസിന് എക്സാമ്പിൾ ആയിട്ട് വന്നത് ട്രിപ്പാനോസോമയാണ്. ആൻഡ് ഫൈനലി സ്പോറോസോവൻസ്. സ്പോറോസോവൻസിന് എക്സാമ്പിൾ ആയിട്ട് വന്നത് പ്ലാസ്മോഡിയം. സോ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ 4 ഓപ്ഷൻസിൽ കറക്റ്റ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. A3, B1, C4, D2. So option C is the right answer. ചോദ്യം മോളിക്കുലാർ ബയോളജിയിൽ നിന്നാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈഡിയോക്സി സീക്വൻസിംഗ് മെത്തേഡ് ഓഫ് DNA is also known as. Options: Maxam and Gilbert method, Sankers enzymatic sequencing, auto-sequencing, pyrosequencing. Didiosi sequencing method is also known as. The right answer is Sankers. Option B, Sankers enzymatic sequencing is the right answer. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഡൈഡിയോസി സീക്വൻസിംഗ് മെത്തേഡ് ആണ് സാങ്കേഴ്സ് മെത്തേഡ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ടെർമിനേഷൻ മെത്തേഡ് എന്നോ അത് അറിയപ്പെടുന്നുണ്ട്. അടുത്തത്, ഒക്കസാക്കി സ്ട്രാൻഡ്സ് ആർ സിന്തസൈസ്ഡ് on the leading strand during DNA replication, silent strand during transcription, introns during transcription, on the lagging strand during DNA replication. So, Okazaki fragments synthesize ചെയ്യപ്പെടുന്നത് lagging strandലാണ്. So, option D ആണ് ശരി ഉത്തരം, on the lagging strand during DNA replication. അടുത്ത 3 ചോദ്യങ്ങൾ കുറച്ച് സയന്റിസ്റ്റിന്റെ പേര് ഉത്തരമായിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. Who introduced imprinting? അത് എത്തോളജി എന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. വളരെ സിമ്പിൾ ചോദ്യമാണ്. ഇംപ്രിന്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോറൻസ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെസ്റ്റേൺ ബ്ലോട്ട് ടെക്നിക് വാസ് നെയ്മഡ് ഇൻ 1981 ബൈ. 4 ഓപ്ഷൻസ് ഉണ്ട്. നീൽ ബർണറ്റ്, എഡ്വിൻ സതേൺ, ജെയിംസ് ആൽവിൻ, ഡേവിഡ് കംപ്. സോ അതിൽ വെസ്റ്റേൺ ബ്ലോട്ട് ടെക്നിക് വാസ് നെയ്മഡ് ഇൻ 1981 ബൈ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. നീൽ ബർണറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി ഓതർ ഓഫ് ബുക്ക് എക്കോളജി ഓഫ് കൊമേഴ്സ് ആരാണ്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. പോൾ ഹോക്കൻ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം അപ്ലൈഡ് സുവോളജിയിൽ നിന്നാണ്. ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1 കുറച്ച് പെസ്റ്റിന്റെ പേരാണ് തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 കുറച്ച് പ്ലാന്റ്സിന്റെ പേരും തന്നിട്ടുണ്ട്. അപ്പൊ ആ പെസ്റ്റ് കറക്റ്റ് പ്ലാന്റ്സുമായിട്ട് മാച്ച് ചെയ്യണം, അതാണ് ചോദ്യം. ഇവിടെ ആദ്യത്തെ ലിസ്റ്റ് 1 ആദ്യത്തെ പെസ്റ്റ് തന്നിരിക്കുന്നത് പയറിലെയാണ്. അത് ശരി ഉത്തരമായിട്ട് വരുന്നത് ഷുഗർ കെയിൻ. നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഷുഗർ കെയിനിലേക്കാണ്. അടുത്ത രണ്ടാമത്തെ നോക്കൂ, നിലപർവ്വത. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു നെയിം ആണ് നിലപർവ്വത ലുഗൻസ്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് പാഡിയിലേക്കാണ്. ഓപ്ഷൻ സി, ലിസ്റ്റ് 2 മൂന്നാമത്തത് പാഡി. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. അടുത്തത് മൂന്നാമത്തത് നെഫാൻഡിസ്. നെഫാൻഡിസ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് കൊക്കനട്ട് പാം, ബിയിലേക്കാണ് മാച്ച് ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ലാസ്റ്റ് ഓപ്ഷൻ ആസ്പിഡയോട്ടസ് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് റബ്ബർ പ്ലാന്റ് ആണ്, എയിലേക്ക്. സോ ഇവിടെ മാച്ച് ദ ഫോളോയിന്റെ കറക്റ്റ് ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 1D, 2C, 3B and 4A. ഇതിൽ തന്നെ രണ്ടാമത്തത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് ഉത്തരം ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ കിട്ടും. കാരണം 2Cയിലേക്കാണ് മാച്ച് ചെയ്യുന്നത്. അത് ഈ ഒരു ഓപ്ഷനിൽ മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല പലതവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് പെസ്റ്റ് ഓഫ് പാഡ് ഏതാന്നുള്ളത്. സോ നിലപർവ്വത ലുഗൻസ നന്നായിട്ട് പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം, among the following which is not a pest of stored food grain. സ്റ്റോർഡ് ഫുഡ് ഗ്രെയിന്റെ പെസ്റ്റ് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇവിടെ 4 ഓപ്ഷൻസിൽ എയും ബിയും സിയും എല്ലാം സ്റ്റോർഡ് ഫുഡ് ഗ്രെയിന്റെ പെസ്റ്റ് ആണ്. അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. എക്കാൻഫൈസസ് നെല്ലറയാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ അതൊരു മോത്തിന്റെ നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ഹിയർ ദി ഓപ്ഷൻ ഡി ഇസ് ദി റൈറ്റ് ആൻസർ.
The next question is from bioinformatics. And the question is Margaret Dayhoff developed the first protein sequence database called. Options SwissProt, PDB, Atlas of Protein Sequence and Structure, Protein Sequence Data Bank. ഇവിടെ ശരി ഉത്തരമായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്, അറ്റ്ലസ് ഓഫ് പ്രോട്ടീൻ സീക്വൻസ് ആൻഡ് സ്ട്രക്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an example of homology and similarity tool. Options Prospect, Emboss, Rasmol, Blast. Homology and similarity tool in example ആയിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ബ്ലാസ്റ്റ് is the right answer.